എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് പറയാൻ പോകുന്നത് മരുഭൂമിയുടെ മാന്ത്രികനായിട്ടുള്ള നമ്മളെല്ലാ മലയാളികളുടെയും അഭിമാനമായിട്ടുള്ള സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ശ്രീ എം.എ. യൂസഫ് അലിയെ പറ്റിയിട്ടാണ്. അദ്ദേഹം ആദ്യമായിട്ട് യു.എയിലേക്ക് പോകുന്നത് വർഷം 1973 അതിനു മുമ്പും അതിനുശേഷവും ഒക്കെ ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരൊക്കെ യു.എയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത്രയും വലിയ സക്സസ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരു ശതകോടീശ്വരരായിട്ടില്ല, ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയായി മാറിയിട്ടില്ല അവർ. അപ്പോൾ എന്താണ് അവരിൽ നിന്നും ശ്രീ എം.എ. യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു രഹസ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി അഥവാ എം.എ. യൂസഫ് അലി. അദ്ദേഹം ജനിക്കുന്നത് വർഷം 1955 നവംബർ 15 തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നേരെ ഗുജറാത്തിലേക്ക് പോവുകയാണ്. അവിടെ തൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും കൂടെ ചേർന്ന് പലചരക്ക് കടയും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി, ഈ ഒരു ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നേരെ ഗുജറാത്തിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഗുജറാത്തിൽ ചെല്ലുകയാണ്. ആ പലചരക്ക് കടയുടെ സഹായത്തിന് ജോലിക്ക് നിൽക്കുകയാണ്. അവിടുന്നാണ് അദ്ദേഹം ബിസിനസ്സിലെയും കച്ചവടത്തിലെയും കച്ചവട തന്ത്രത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള ആദ്യ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. എങ്ങനെയാണ് കടയിലേക്ക് സാധനങ്ങൾ വരുന്നത്, എങ്ങനെയാണ് ഇത് വിറ്റഴിക്കുന്നത്, എങ്ങനെയാണ് തരംതിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പൈസയൊക്കെ ചാർജ് ചെയ്യുന്നത്, എത്രത്തോളം ലാഭമാണ് ഇത് വെച്ചുണ്ടാക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് മനസ്സിലാക്കിയാണ്. ഇതോടൊപ്പം തന്നെ, അതായത് ജോലിക്ക് നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹം തൻ്റെ കോളേജ് പഠനവും പൂർത്തിയാക്കുന്നുണ്ട്. അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ഡിപ്ലോമയായിരുന്നു. ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഇദ്ദേഹം പൂർത്തീകരിക്കുകയാണ്. ഒടുവിൽ ആ ദിനം വന്നെത്തി. അതായത് തൻ്റെ കൊച്ചാപ്പയായിട്ടുള്ള എം.എ. അബ്ദുള്ളയ്ക്ക് ദുബായിൽ അഥവാ യു.എയിൽ കുറച്ച് കച്ചവടവും ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു സഹായത്തിനായിട്ട് അദ്ദേഹം യൂസഫ് അലിയെ വിളിക്കുകയാണ്. യൂസഫ് നീ അങ്ങോട്ട് പോരെന്നും പറഞ്ഞ് ഒരു കൈസഹായമാകുമല്ലോ എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ദുബായിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അങ്ങനെ വർഷം 1973 ഡിസംബർ 31 ബോംബെ തുറമുഖത്ത് നിന്നും ദുംറ എന്ന് പറയുന്ന ഒരു കപ്പലിൽ, പത്തേമാരി എന്നൊക്കെ ആയിരുന്നു ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, പത്തേമാരിയിൽ ഇദ്ദേഹം ദുബായിലേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു. ചില തീരുമാനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതം ഒരുപക്ഷേ അത് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ ഇങ്ങനെ മാറ്റിമറിച്ചേക്കാം, നമ്മളെ വലിയ നിലയിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം എടുത്തൊരു തീരുമാനമായിരുന്നു ആ ഒരു നൗക കയറാനുള്ളത്. അങ്ങനെ 7 ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ദുബായിൽ എത്തിച്ചേരുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദുബായ് നമ്മളീ കാണുന്ന കോലത്തിലായിട്ട് ഏതാനും കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. 1973 ദുബായ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും മരുഭൂമി പോലത്തെ ഒരു പ്രദേശമായിരുന്നു. അവിടെ ചെറിയ ചെറിയ ബിൽഡിങ്സുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യ സൗകര്യങ്ങൾ പോലും വളരെ കുറച്ച് നമുക്ക് കിട്ടാൻ സാധിക്കത്തുള്ളായിരുന്നു. വെള്ളത്തിന് പോലും വളരെ ക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. എങ്ങും മരുഭൂമി മാത്രം, കൊടും ചൂടും ഉണ്ടായിരുന്നല്ലേ. മാത്രമല്ല കൊടും ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ പോകുന്ന ചൂടാണ് ആ ഒരു മരുഭൂമിയിലുള്ളത്. ഇന്നത്തെ പോലെ കംപ്ലീറ്റ് ശീതീകരിച്ച AC അടിച്ച റൂമൊന്നും അല്ല ഉള്ളത്. പലപ്പോഴും ഈ കൊടുംചൂടത്ത് പലചരക്ക് സാധനങ്ങൾ ചുമക്കേണ്ട ഒരു ജോലി വരെ എം.എ. യൂസഫ് അലിക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭാഷാ പ്രശ്നം അല്ലേ. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ പിടിച്ചു നിൽക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമോ? നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മലയാളികളെ കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല എന്നല്ലേ. തീർത്തും തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് നമുക്കൊരു നീന്തൽ പഠിക്കണം അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ലെക്ചർ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ, മറിച്ച് നീന്തി പഠിക്കുകയും വേണം, വണ്ടി ഓടിച്ച് പഠിക്കുകയും വേണമല്ലോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. ജസ്റ്റ് നിങ്ങൾ ബുക്ക് വായിച്ചുകൊണ്ടോ ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ക്യാംബ്ലി എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ക്യാംബ്ലി മാത്രമാണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് ക്ലാസ്സസ് കിട്ടും. ആരാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള 20,000-ഓളം വരുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഫ്രം USA, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ. അവരുടെ ക്ലാസ്സസ് വളരെ ഇൻട്രാക്റ്റീവ് ആണ്, വളരെ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്ക് ചിലപ്പോൾ ബബ്ബ അടിക്കുമല്ലേ, നമുക്കൊരു നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. അവർ നിങ്ങളെ ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ല. നിങ്ങളെ സംസാരിക്കാനായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക് സെലക്ട് ചെയ്യാം. കൾച്ചർ, സിനിമാസ് അല്ലെങ്കിൽ IELTS എന്തോ ആകട്ടെ, നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി ഇനി വേണ്ട. ക്യാംബ്ലിയുടെ ഒരു അടിപൊളി ഫീച്ചറാണ്. വെറും 9 രൂപ മുടക്കി നിങ്ങൾക്ക് ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 15 മിനിറ്റോളം നിങ്ങൾക്ക് ഒരു ട്യൂട്ടറുമായിട്ട് ഈ പൈസയ്ക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പിന്നീട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ മതി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം. പ്രൈവറ്റ് ആണെങ്കിൽ 1-to-1
ട്യൂട്ടർ ആയിരിക്കും, നിങ്ങൾ ഒരു ട്യൂട്ടറിനോട് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ക്ലാസ് ആണെങ്കിൽ നമ്മളെപ്പോലെ 2 വിദ്യാർത്ഥികൾ കൂടെ കാണും. അവരെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് സംസാരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി അടിപൊളിയാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. കാലങ്ങൾ കടന്നുപോയി. MA യൂസഫ് അലി തൻ്റെ കൊച്ചാപ്പയും അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള MA അബ്ദുള്ളയ്ക്കൊപ്പം ചേർന്ന് ബിസിനസ്സിനെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നു. പുതിയ പുതിയ പഠനങ്ങൾ, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ബിസിനസ്സിനെ വളർത്താൻ പറ്റുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എപ്പോഴും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നു. പുതിയ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ, അതായത് നിലവിൽ എല്ലാവരും ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജികൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊരു തോട്ട് ശ്രീ MA യൂസഫ് അലിയുടെ മനസ്സിൽ അപ്പോൾ തന്നെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല പല പഠനങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നത്. അതായത് നമ്മുടെ കടയിലേക്ക്, നമുക്കൊരു പലചരക്ക് കട അവിടെയുണ്ട്. ഈ കടയിലേക്ക് സാധനം വരുന്നത് എവിടെ നിന്നാണ്? പല ഇടനിലക്കാരിലൂടെയാണ് വരുന്നത്. ആ ഇടനിലക്കാർക്കെല്ലാം തന്നെ പലതരത്തിലുള്ള കമ്മീഷൻ പോകുന്നുണ്ട്. നമ്മൾ ഇതുണ്ടാക്കുന്ന കമ്പനി ചെന്ന് നേരിട്ട് കടയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലാഭം എടുത്തിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ രീതിയിൽ നടക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ലാഭമായിരിക്കും ഉണ്ടാകുന്നത് എന്നൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പുറകെയാണ്. നമുക്ക് എങ്ങനെ കമ്പനീസിൽ നിന്ന് ഡയറക്റ്റ് കടയിലേക്ക് കൊണ്ടുവരാം, ഇടനിലക്കാരെ എല്ലാം ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് അദ്ദേഹം വരികയാണ്. അപ്പോഴാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചപ്പോഴൊരു കാര്യം മനസ്സിലാക്കിയാണ്, ദുബായിലേക്ക് അഥവാ UAE ഭൂരിഭാഗം സാധനങ്ങളും വരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. കാരണം ദുബായ് ആ ഒരു സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. 73 ആ ഒരു വർഷങ്ങളൊക്കെ ആണെന്ന് ഓർക്കണം, 70കളാണെന്ന് ഓർക്കണം. അപ്പോൾ ഭൂരിഭാഗം സാധനങ്ങളും വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആരംഭിക്കുകയാണ്. അവിടുത്തെ ഫാക്ടറീസൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇമ്പോർട്ടിംഗ് സാധ്യത, ഇറക്കുമതി സാധ്യത എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ശ്രീ MA യൂസഫ് അലി എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഹോൾസെയിൽ വിലക്ക് വിൽക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ തന്നെ സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നിലവിൽ UAE ഒരു കച്ചവട സംവിധാനം എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ കട പോലെയാണ്. നമ്മുടെ നാട്ടിൽ സാധാ കടയില്ലേ, അതുപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആൾക്കാർ ഒരു സാധനം മേടിക്കണമെങ്കിൽ ഒരു കടയിൽ കയറണം, അടുത്ത വേറൊരു തരം സാധനം മേടിക്കണമെങ്കിൽ വേറൊരു കടയിൽ പോകേണ്ടതുണ്ട്. മാത്രമല്ല UAE അഥവാ ദുബായിയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അന്നിന്ന് കാണുന്ന പോലെ യാത്രാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ മേടിക്കേണ്ടവർ വല്ലാതെ ആ കൊടും ചൂടത്ത് വലയുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം പല രാജ്യങ്ങളിൽ സിംഗപ്പൂർ, ഓസ്ട്രേലിയയൊക്കെ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം കണ്ടത്, സൂപ്പർ മാർക്കറ്റുകൾ. അതായത് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുപോലത്തെ ഒരു സിസ്റ്റമായിരുന്നു അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പല സാധനങ്ങൾ മേടിക്കാനായിട്ട് പല കടയിൽ പോകേണ്ട കാര്യമില്ല. ഇത് നമുക്ക് AC ആക്കാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർക്ക് ചൂടിൻ്റെ പ്രശ്നങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ല. അങ്ങനെ എന്തുകൊണ്ട് നമുക്കിതൊരെണ്ണം ദുബായിൽ UAE തുടങ്ങിയാൽ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള പദ്ധതികൾ അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ വർഷം 1989 അദ്ദേഹം ദുബായിൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാണ്. വലിയൊരു സ്വീകാര്യതയായിരുന്നു അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം കൊടും ചൂടത്ത് പല കടകളിലും യാത്രാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത്. അവർക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തരം ഫുഡ് ഐറ്റംസ് ആകട്ടെ, ഗ്രോസറി ആകട്ടെ, പാക്കറ്റ് ഐറ്റംസ് ആകട്ടെ, എല്ലാം ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് ഒരുമിച്ച് ബില്ല് ചെയ്ത് അവർക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നു. അല്ലാതെ വെയിലും കൊണ്ട് നടക്കേണ്ട കാര്യം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം വളരെയേറെ അതിനോട് അറ്റാച്ച്ഡ് ആയി, വളരെയേറെ സ്വീകാര്യതയായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം ആയിട്ട് നമുക്കൊരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അദ്ദേഹം ഒരെണ്ണം കൊണ്ട് ഒതുങ്ങിയില്ല. അദ്ദേഹം പുതിയ സാധ്യതകൾ എന്താണെന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതും നമുക്ക് ഇല്ലാത്തതും. അപ്പോൾ അദ്ദേഹം അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാറി ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതുപോലെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് രീതിയിലേക്ക് പോവുകയായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയല്ല, വലിയ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് സാധനം ആഗ്രഹിക്കുന്നു ആ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകില്ല. അത്ര ലെവലിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന രീതിയിൽ അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റും കൂടെ ആരംഭിക്കുകയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കി ഏത് ലെവലിലാക്കി മാറ്റി കാര്യങ്ങളെന്ന്. വർഷം 1990 ഗൾഫ് രാജ്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒരു സംഭവം അവിടെ അരങ്ങേറിയാണ്. മറ്റൊന്നുമല്ല, ഗൾഫ് യുദ്ധമായിരുന്നു അല്ലേ. ഗൾഫ് യുദ്ധം വന്നപ്പോഴേക്കും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ ദുബായിൽ നിന്നും UAE നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പിന്മാറുകയാണ്. അവരുടെ നിക്ഷേപം പിൻവലിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ പേടി, അവർ വലിയ നഷ്ടത്തിലേക്ക് പോയേക്കാം എന്നുള്ള പേടിയുണ്ട്. ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന ദുബായിയെ ഈ ലെവലിലേക്ക് എത്തിച്ചതിൽ നല്ലൊരു പങ്കും ഇൻവെസ്റ്റേഴ്സിനാണുള്ളത്. കാരണം അവരില്ലാതെ ഒരിക്കലും ദുബായ് അല്ലെങ്കിൽ UAE ഗൾഫ് രാജ്യങ്ങളൊന്നും ഇത്രത്തോളം വളരത്തില്ലായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ MA യൂസഫ് അലിയെ പോലുള്ള വ്യക്തികളുടെ ആ പണം കൊണ്ടാണ് ഇത്രയും വലിയൊരു രീതിയിലേക്ക് എത്തിയത്. അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അക്കാലത്തുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒന്നും വരാതായി. പക്ഷേ അന്ന് അദ്ദേഹം വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ടായിരുന്നു. അന്ന് ദുബായ് ഈ ലെവലിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ള ഷെയ്ഖ് സാഹിദിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം പോലും ആ ഒരു വാക്ക് കേട്ട് ആത്മവിശ്വാസപ്പെടുന്ന തരത്തിലുള്ള വാക്കായിരുന്നു അത്. എനിക്ക് ഈ രാജ്യത്തെ വിശ്വാസമുണ്ട്, ഞാൻ UAE രാജ്യത്തെ വിശ്വസിക്കുന്നു എന്നുള്ളൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഒറ്റ സെന്റൻസ് ആയിരുന്നു MA യൂസഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഗൾഫ് യുദ്ധത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്ന UAEയും അതുപോലെ തന്നെ ദുബായ് ഭരണാധികാരിയൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ആത്മവിശ്വാസപ്പെടുകയാണ്. MA യൂസഫ് അലിയെ രാജാവ് തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയാണ്, അദ്ദേഹമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ്. നമുക്ക് ഇന്നും അറിയാമല്ലേ, അവിടുത്തെ രാജകുടുംബമായിട്ട് ഏറ്റവും നല്ല സൗഹൃദത്തിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ശ്രീ MA യൂസഫ് അലിയാണ്. ദുബായിൽ ഈ രാജകുടുംബം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയും ശ്രീ MA യൂസഫ് അലിയാണ്. വർഷം 1991 ഗൾഫ് യുദ്ധം അവസാനിച്ചു, UAE വളരാൻ തുടങ്ങി, കൂടെ MA യൂസഫ് അലിയും. അദ്ദേഹം തന്റെ ബിസിനസ് പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ പറയാറുണ്ടല്ലേ, അത് ശരിക്കും സാധിച്ചൊരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ MA യൂസഫ് അലി. അദ്ദേഹം കൈവച്ച മേഖലയെല്ലാം 100 മേനിയായിരുന്നു. അദ്ദേഹം എല്ലാ ബിസിനസ്സും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ ഉണ്ടായത്. വർഷം 2008 അദ്ദേഹം ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ സ്ഥാപിച്ചു. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകളെ, ഒരുപാട് തരത്തിലുള്ള സംരംഭങ്ങളെ ഒരു കുടക്കീഴിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല ലാഭത്തോടെ കൊണ്ടുപോകുന്ന ഒരു ശൃംഖലയാണല്ലോ, വലിയൊരു ശൃംഖലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർട്ടുകളുടെ കാര്യം മാത്രം നോക്കുക, GCC കൺട്രീസിൽ 200-ലധികം ഹൈപ്പർ മാർട്ടുകളാണ് ലുലു ഇന്റർനാഷണലിലുള്ളത്. 57,000-ഓളം വരുന്ന ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. എത്ര പേർക്കാണ് ഈ MA യൂസഫ് അലി കാരണം ഒരു ജീവിത മാർഗം ഉണ്ടായത്? എത്ര പേർക്കാണ് നല്ലൊരു സാഹചര്യം, ജീവിക്കാൻ സാഹചര്യം ഉണ്ടായത്? 37-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം കൂടിയല്ലേ ഇത്. മാത്രമല്ല വർഷം 2013 അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലും ഒരു ഹൈപ്പർ മാർട്ട് ആദ്യമായിട്ട് സ്ഥാപിക്കാൻ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും തിരഞ്ഞു പോയില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂഡൽഹിയും തിരഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളം തന്നെ അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വർഷം 2013 അദ്ദേഹം കേരളത്തിന് കൊച്ചി ലുലു മാൾ സമർപ്പിക്കുകയാണ്. നമ്മൾ ആ ഒരു വർഷത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റായിരുന്നു ലുലു മാൾ എന്നുള്ളത്. പിന്നീട് തിരുവനന്തപുരത്ത് വന്നു, ഇപ്പോൾ കോഴിക്കോട് വരുന്നു, UP-യിലുണ്ട്. അങ്ങനെ ഇന്ത്യ ത്രൂ ഔട്ട് ലുലു ഹൈപ്പർ മാർട്ടിൻ്റെ ശൃംഖലകൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലുലു മാളൊക്കെ എന്ത് അടിപൊളിയാണല്ലോ. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക വൈബാണ്, വെറുതെ ഒന്ന് പോയിട്ട് കറങ്ങിയൊക്കെ വരാറുണ്ട്. ആ ഒരു വൈബുള്ള സ്ഥലമാണ് ലുലു മാൾ എന്നുള്ളത്. 1200 കോടിയോളം രൂപയായിരുന്നു കൊച്ചി ലുലു മാളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും ചിന്ത ഇദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് എത്രയാണെന്നല്ലേ, അറൗണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കൊന്നും അറിയത്തില്ല, ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു $500 ബില്യൺ എന്നുള്ളതാണ്. അതിനിയും വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മലയാളികളും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകും. കാരണം ഇദ്ദേഹം ഒരു പണക്കാരൻ എന്നുള്ള അപ്പുറത്തേക്ക് യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സിനുടമയാണ്. മുമ്പിൽ കൈനീട്ടി ചെല്ലുന്ന ആരെയും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല, കൈയഴിഞ്ഞ് സഹായിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ അനുഗ്രഹം അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല വർഷം 2008 രാജ്യം ഇദ്ദേഹത്തെ പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയാണ്. പത്മശ്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഏത് ലെവലിലുള്ള സിവിലിയൻ ബഹുമതിയാണല്ലേ. അത് കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം സാറിൻ്റെ കയ്യിൽ നിന്നും വിദേശ NRIസിന് കൊടുക്കുന്ന, അതായത് വിദേശ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡും ഇദ്ദേഹം കൈപ്പറ്റിയാനുണ്ടായത്. മാത്രമല്ല അതുകൂടാതെ തന്നെ ലോകത്തെ പല പല യൂണിവേഴ്സിറ്റികളിൽ നിന്നായിട്ട് ഡോക്ടറേറ്റ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു മനസ്സുണ്ട്. അതായത് എളിമ. ഞാനിത് നമ്മുടെ വീഡിയോ കഴിഞ്ഞു, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുമല്ലേ. ഇത്രയും വലിയ കോടീശ്വരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ GCC കൺട്രീസിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി, പക്ഷേ ജനങ്ങളോട് പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് അത്രയും എളിമയിലോ അത്രയും സ്നേഹത്തോടെയും സ്വന്തം സഹോദരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എല്ലാ മനുഷ്യരോടും പെരുമാറുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളോട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണല്ലോ. അദ്ദേഹത്തിന് മുമ്പിൽ കൈനീട്ടി ചെല്ലുന്ന ഒരാളും വെറുതെ പോകേണ്ടി
കൂടി ഇന്നേവരെ വന്നിട്ടില്ല. എല്ലാവരെയും കൈയഴിഞ്ഞ് സഹായിക്കുന്ന, എല്ലാവരെയും മനുഷ്യനായിട്ട് കണ്ട് സ്നേഹിക്കുന്ന, ജാതിക്കും മതത്തിനും ലിംഗത്തിനും അപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യ ദൈവം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ദൈവത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ, അതാണ് ശ്രീ MA യൂസഫ് അലി. പലപ്പോഴായിട്ട് കേരളത്തെ പല ദുരന്തങ്ങൾ ബാധിച്ചിട്ടുണ്ട്, പ്രളയം അല്ലെങ്കിൽ മറ്റ് കാലകെടുതികളൊക്കെ അല്ലേ. ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം എപ്പോഴും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്റ്റോറിയൊക്കെ മാറ്റി വയ്ക്കുക. അതായത് ആകാശം മുട്ടെ അദ്ദേഹം വളർന്നിട്ടും ഇത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടും അദ്ദേഹം എളിമ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒരു ബിറ്റ് ഓഫ് അഹങ്കാരം, ഒരു തരി പോലും അഹങ്കാരം അദ്ദേഹത്തിനില്ല. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് യൂസഫ് അലി സാറ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ എടുത്തോളൂ, അതിനെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കും. അത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യൻ എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് അതിന് സാധിക്കട്ടെ, ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കാനും സാധിക്കട്ടെ എന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വെറും 9 രൂപ മുടക്കിയ ഒരു ട്രയൽ ക്ലാസ് ക്യാമ്പിളിൽ എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ്. 15 മിനിറ്റ് ഒരു ട്യൂട്ടറുമായിട്ട് സംസാരിക്കാം. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് കടന്നാൽ മതി. നിങ്ങൾക്കൊന്നെങ്കിൽ പ്രൈവറ്റ് 1-to-1 ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പാണെങ്കിൽ നിങ്ങൾ കൂടാതെ നിങ്ങളെപ്പോലെ 2 വിദ്യാർത്ഥികൾ കൂടെ കാണും. അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ക്യാമ്പിളിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. സ്പേഷ്യൽ മടപ്പള്ളി സൈനിങ് ഔട്ട്.